inferior to Hindi, for example, is a insult to the people of Kerala. ഉദാഹരണത്തിന് കേരളത്തിലെ ആളുകളോട് നമ്മൾ മലയാളികളോട് പറയുകയാണ് നിങ്ങളുടെ ഭാഷയായ മലയാളം ഹിന്ദിയേക്കാൾ താഴെയാണെന്ന് പറഞ്ഞാൽ അത് മലയാളത്തോടും മലയാളികളോടുമുള്ള അപമാനമാണ്. It is like saying what is coming out of your heart is inferior to what is coming out of the heart of a person in Uttar Pradesh. അത് ഇങ്ങനെ പറയുന്നതിന് തുല്യമാണ്. മലയാളികളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യം, മലയാളികളുടെ ഹൃദയത്തിൽ വരുന്ന ഭാഷ, അത് ഉത്തർപ്രദേശിലുള്ള ഒരാളുടെ മനസ്സിൽ നിന്ന് വരുന്ന ഭാഷയെക്കാളും അതിനേക്കാളും താഴ്ന്നതാണെന്ന് നിങ്ങളോട് പറയുന്നതിന് തുല്യമാണ്. Malayalam is not just a language, it is your link to your civilization. മലയാളം എന്ന് പറയുന്നത് കേവലം ഒരു ഭാഷ മാത്രമല്ല. മലയാളം എന്ന് പറയുന്നത് കേരളത്തിന്റെ സംസ്കാരത്തോട്, കേരളത്തിന്റെ നാഗരികതയോട് മലയാളികൾക്കുള്ള ബന്ധമാണ്. When a child is taught Malayalam, he is not just being taught how to speak, he is being taught the history of Kerala, the culture of Kerala, the affection, the respect of Kerala. That's what he is being taught. ഒരു കുഞ്ഞിനെ നമ്മൾ ഉദാഹരണത്തിന് മലയാളം പഠിപ്പിക്കുമ്പോൾ ആ കുഞ്ഞിനെ വെറും ഒരു ഭാഷ മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രമാണ് നമ്മൾ ആ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത്. കേരളത്തിന്റെ സംസ്കാരമാണ് നമ്മൾ ആ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത്. മറ്റുള്ളവരോട് കേരളത്തിലുള്ള ബഹുമാനവും സ്നേഹവുമാണ് മലയാള ഭാഷ പഠിപ്പിക്കുന്നതിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നത്. So he is not just being taught how to speak, he is being taught how to listen, he is being taught how to believe, he is being taught how to respect. These are all things that come out of communication of the language. ഒരു കുഞ്ഞിനെ നമ്മൾ മലയാളം പഠിപ്പിക്കുമ്പോൾ ആ ഭാഷ സംസാരിക്കാൻ മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുന്നത്, ആ കുഞ്ഞിനെ കേൾക്കാൻ നമ്മൾ പഠിപ്പിക്കുകയാണ്, ആ കുഞ്ഞിനെ ബഹുമാനിക്കാൻ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഭാഷയിലൂടെ ആശയവിനിമയം മാത്രമല്ല, മറ്റുള്ളവരെ ബഹുമാനിക്കൽ, മറ്റുള്ളവരെ കേൾക്കൽ, സംസ്കാരം പഠിക്കൽ, ഇതെല്ലാമാണ് ഭാഷയിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. It is the same for history, it is the same for culture, it is the same for religion, it is the same for language. These things emerge from inside a person. ഇത് ഭാഷയുടെ കാര്യത്തിൽ മാത്രമല്ല, ചരിത്രമാകട്ടെ, സംസ്കാരമാകട്ടെ, മതമാകട്ടെ, എല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നത്, ഉത്ഭവിച്ചു വരുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ്. It is like looking at a bouquet of flowers and telling the red rose that we don't like that you are red, we want you to be white. ഇത് പൂക്കളെല്ലാം നിറഞ്ഞ ഒരു ബൊക്കയെ നോക്കി പറയുകയാണ്, ചുവന്ന പൂവിനോട് നോക്കി പറയുകയാണ്, ഞങ്ങൾ നിങ്ങളെ ചുവന്ന പൂവായി കാണാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ മറ്റു നിറത്തിലേക്ക് മാറണം എന്നൊരു ചുവന്ന പൂവിനോട് നോക്കി പറയുന്നത് പോലെയാണ് അനേകം ഭാഷകളുടെ കൂട്ടത്തിൽ ഒരു ഭാഷ മറ്റു ഭാഷയേക്കാൾ ചെറുതാണ്, മോശമാണെന്ന് പറയുന്നത്. It is like saying to a bouquet of flowers that we want every flower to be white. We don't want red flowers, we don't want purple flowers, we don't want yellow flowers, we just want white flowers. ഒരു ബൊക്കയെ നോക്കി പറയുകയാണ്, എല്ലാ പുഷ്പങ്ങളോടും പറയുകയാണ്, നിങ്ങൾ എല്ലാം വെള്ള കളറിലാകണം, ഞങ്ങൾക്ക് ചുവന്ന നിറം വേണ്ട, പച്ച നിറം വേണ്ട, എല്ലാ കളറുകളും വെള്ള കളറിലാകണം എന്ന ഒരു ബൊക്കയെ നോക്കി പറയുന്നത് പോലെയാണ് എല്ലാ ഭാഷകളും മാറ്റി ഒരേ ഭാഷ മാത്രം മതി എന്ന് പറയുന്നത്. And India is like a bouquet of flowers. ഇന്ത്യ എന്ന് പറയുന്നത് വിവിധ നിറങ്ങളിലുള്ള വിവിധ പുഷ്പങ്ങൾ ചേർന്ന ഒരു ബൊക്കെ പോലെയാണ്. And every flower has to be respected because every flower promotes the beauty of the bouquet. അതിലെ ഇന്ത്യ എന്ന് പറയുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ ചേർന്ന ഈ ബൊക്കയിലെ ഓരോ പൂവും ബഹുമാനിക്കപ്പെടണം. കാരണം ഇതിലെ വിവിധ നിറത്തിലുള്ള ഓരോ പൂവും ആ ബൊക്കയുടെ സൗന്ദര്യം കൂട്ടുന്നത് പോലെ ഈ രാജ്യത്തിന്റെ സൗന്ദര്യവും കൂട്ടുന്നു. And this idea that India should have only one leader is an insult to every single young Indian person. ഈ രാജ്യത്ത് ഒരേ ഒരു നേതാവ് മതി എന്ന ആശയം ഭാരതത്തിലെ ഓരോ വ്യക്തിയോടുമുള്ള അപമാനമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Why can a young boy or girl who is in her school not be a leader? എന്തുകൊണ്ടാണ് ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ പെൺകുട്ടിയോ ആൺകുട്ടിയോ എന്തുകൊണ്ടൊരു നേതാവായിക്കൂടാ? എന്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ നേതാവായിക്കൂടാ? Why can one of our brothers who is driving the auto rickshaw not be a leader? നമ്മുടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന നമ്മുടെ ഒരു സഹോദരന് എന്തുകൊണ്ടൊരു നേതാവായിക്കൂടാ? Why can one of our police people not be a leader? What does it mean, one leader? Why one leader? There should be millions of leaders in India. എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസിലുള്ള നമ്മുടെ ഒരു സഹോദരന് നേതാവായി കൂടാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ഈ ഒരേ ഒരു നേതാവ്? ഇവിടെ ലക്ഷക്കണക്കിന് നേതാക്കൾ ഈ രാജ്യത്തുണ്ടാകണം. എന്തുകൊണ്ടാണ് ഇവർ ഒറ്റ ഒരു നേതാവിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നത്? And that is the main difference between us and them. We want to listen to what is in the heart of our people. We want to love and respect their beliefs, their language, their religion, their culture.
and they want to impose something from the top. ഇതാണ് ഞങ്ങളും BJPയും RSSും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സാധാരണ മനുഷ്യരുടെ ഹൃദയത്തിലുള്ളത് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. സാധാരണ മനുഷ്യരുടെ ഹൃദയത്തിലുള്ളതിനെ കേൾക്കാനും അവരുടെ വിശ്വാസങ്ങളെയും അവകാശങ്ങളെയും ബഹുമാനിക്കാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതേസമയം BJP ചെയ്യുന്നത് മുകളിൽ നിന്ന് അവർ വിശ്വസിക്കുന്ന ആശയധാര ഈ രാജ്യത്തെ മനുഷ്യരിലേക്ക് അടിച്ചേൽപ്പിക്കാനാണ്. ഇതാണ് ഞങ്ങളും അവരും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം. We did not get freedom from the British to be colonized by the ideology of the RSS. നമുക്ക് ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷുകാരുടെ കീഴിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചത് RSSന്റെ ആ പ്രത്യയശാസ്ത്രത്തിന്റെ കീഴിൽ കോളനിവൽക്കരിക്കപ്പെടുന്നതിന് വേണ്ടിയല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. We want India to be ruled by all her people. ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും ചേർന്ന്, ഇന്ത്യയിലെ ജനങ്ങൾ ചേർന്ന് ഇന്ത്യയെ ഭരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. I'd like to also speak a little bit about the local issues here. ഞാൻ ഇവിടുത്തെ വയനാട്ടിലെ പ്രാദേശിക പ്രശ്നങ്ങളെ കുറിച്ചും നിങ്ങളോട് കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. The issue of man-animal conflict that is causing huge problem to the people of Wayanad. വയനാട്ടിലെ ഒരു വലിയ പ്രശ്നമാണ് മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം. ഇതിവിടെ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The night traffic ban that is also causing huge amount of distress. അതുപോലെ തന്നെ രാത്രിയുള്ള യാത്രാ നിരോധനവും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് എനിക്കറിയാം. And I have already told you that we are committed to resolving these problems. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I have written multiple times on these issues to our chief minister, to the central government. കേന്ദ്ര ഗവൺമെന്റിനും ഈ സംസ്ഥാന ഗവൺമെന്റിനും ഈ വിഷയങ്ങളെ കുറിച്ച് നിരവധി പ്രാവശ്യം ഞാൻ കത്തുകൾ എഴുതിയിട്ടുണ്ട്. And we will continue to put pressure on them. അവരെ സമ്മർദ്ദം ചെലുത്തി. For more such videos, subscribe to the NewsX YouTube channel, hit the bell icon.